ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, നമ്മൾ പള്ളി കൂദാശക്കാലം 4-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു. ഈ ഞായറാഴ്ച നമ്മൾ ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആചരിക്കുകയാണ്. ഈ ക്രിസ്തുരാജൻ്റെ തിരുനാൾ ഈ പള്ളി കൂദാശക്കാലമായിട്ടതിന് വലിയ ബന്ധമൊന്നുമില്ല. എങ്ങനെയാണ് ഈ ക്രിസ്തുരാജൻ്റെ തിരുനാൾ വരുന്നത്? ഇതെല്ലാം നമുക്കറിയാം. യൂറോപ്യൻ പശ്ചാത്തലത്തിൽ ഉത്ഭവിച്ചിട്ടുള്ള ഒരു തിരുനാളാണ്. രാജഭരണവും ചക്രവർത്തി ഭരണവും ഒക്കെ ക്രമേണ ജനാധിപത്യത്തിന് വഴിമാറുന്ന ഒരവസരം. ഈ ഫ്രഞ്ച് വിപ്ലവത്തിനെല്ലാം ശേഷം കൂടുതൽ അധികാരം ജനങ്ങളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ രാജാധികാരത്തെല്ലാം ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോയ്ക്ക് വലിയ സ്ഥാനമില്ലാത്ത ഒരവസ്ഥാവിശേഷം. ഇങ്ങനെയെല്ലാമുള്ള അവസ്ഥയിൽ ദൈവത്തെ, കർത്താവിനെ രാജാവാക്കി നമ്മുടെയൊക്കെ ഹൃദയത്തിലും മനസ്സിലും നമ്മുടെ സമൂഹത്തിലും എല്ലാം പ്രതിഷ്ഠിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, ബോധ്യപ്പെടുത്താനും ഓർമ്മപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഈ തിരുനാൾ ഇങ്ങനെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പഴയ കാലത്ത്, മുൻകാലങ്ങളിൽ ഏർപ്പെടുത്തിയ കാലത്തും പിന്നീടുമൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ വളരെ ആഘോഷമായിട്ട് പല പള്ളികളിൽ നിന്ന് പ്രദക്ഷിണമായി ക്രിസ്തുരാജൻ്റെ രൂപം വഹിച്ചുള്ള പ്രദക്ഷിണവും പിന്നീട് എവിടെയെങ്കിലും ഒരു പള്ളിയിൽ ഒരുമിച്ച് ചേർന്നുള്ള വിശുദ്ധ കുർബാനയുമെല്ലാം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലെ മനോഹരമായ ഓർമ്മകളാണിതെല്ലാം. കർത്താവിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം, കർത്താവിൻ്റെ സ്ഥാനം രാജകീയമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. അവിടുത്തെ കൽപ്പനകൾ, അന്ന് ബൈബിളൊന്നും ഒരുപാട് വായിച്ചിട്ടില്ല, മാതാപിതാക്കളും പള്ളിയിൽ അച്ഛനും ഒക്കെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. അതെല്ലാം ഇപ്രകാരം ഈ രാജാവിൻ്റെ കൽപ്പനകൾ പോലെ അനുസരിച്ചിരുന്നൊരു കാലഘട്ടമാണ്. നമ്മൾ അതെല്ലാം ഇന്ന് ഒരു പരിധി വരെ പോയി കഴിഞ്ഞു. പക്ഷെ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഈശോയെ രാജാവായി, അതായത് നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന, ചില കാര്യങ്ങൾ നമ്മളോട് കൽപ്പിക്കുന്ന ആ വ്യക്തിയെ നമ്മൾ അനുസരിച്ചേ മതിയാകൂ. എങ്കിലേ നമുക്ക് യഥാർത്ഥത്തിൽ നന്മയുണ്ടാവുകയുള്ളൂ, പുരോഗതി ഉണ്ടാവുകയുള്ളൂ, അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. ഇന്നത്തെ ഒന്നാമത്തെ വായന രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ഈ സോളമൻ ദൈവത്തിനായിട്ട് ആലയം പണിയുന്ന, ജെറൂസലത്ത് ആലയം പണിയുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ദാവീദിനാണ് ആഗ്രഹമുണ്ടായിരുന്നത്. അപ്പോൾ നാഥാൻ പ്രവാചകൻ വഴി ദൈവം പറഞ്ഞു, അത് നീ ചെയ്യില്ല. കാരണം എന്താണ്? നീ ഒരുപാട് രക്തം ചൊരിഞ്ഞവനാണ്, യുദ്ധം ചെയ്തവനാണ്, അതുകൊണ്ട് നിൻ്റെ കൈകൾ പങ്കിലമാണ്. പിന്നെ ദാവീദിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നമുക്കറിയാം. അതുകൊണ്ട് നീ അത് പണിയില്ല, നിൻ്റെ പുത്രൻ അത് പണിയും. പക്ഷേ പുത്രൻ പണിയുമ്പോഴും ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അവൻ യഥാർത്ഥത്തിൽ എൻ്റെ വഴികളിലൂടെ നടക്കണം. ആ കാര്യമാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. സോളമന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ, എൻ്റെ ചട്ടങ്ങൾ ആചരിച്ചും എൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ചും എൻ്റെ കൽപ്പനകൾ പാലിച്ചു നടന്നാൽ ഞാൻ നിൻ്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും, എൻ്റെ ജനമായ ഇസ്രായേലിൽ ഞാൻ ഉപേക്ഷിക്കുകയില്ല. അപ്പോൾ ഈ ദാവീദിനോട് ദൈവം ചെയ്ത വാഗ്ദാനം എന്താണ്? അത് സോളമനോട് പിന്നീട് പറയും. നീ എനിക്ക് ഭവനം പണിയാണല്ലോ, എല്ലാം റെഡിയായി പണിയാൻ തുടങ്ങുകയാണ്. പക്ഷേ എങ്ങനെയൊക്കെയാണ്? എൻ്റെ ചട്ടങ്ങൾ നീ ആചരിക്കണം, ചട്ടങ്ങൾ, എൻ്റെ അനുശാസനങ്ങൾ അനുസരിക്കണം, എൻ്റെ കൽപ്പനകൾ പാലിക്കണം. ചില സ്ഥലത്ത് അത് പറയും നിയമങ്ങളും ചട്ടങ്ങളും അനുശാസനങ്ങളും എന്ന്. ഇവിടെ ചട്ടങ്ങളും അനുശാസനങ്ങളും കൽപ്പനകളും എല്ലാം ഒന്ന് തന്നെയാണ്. അതെല്ലാം നീ പാലിച്ച് നടന്നാൽ ഞാൻ നിൻ്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ ഞാൻ നിറവേറ്റും. അതായത് നിൻ്റെ സിംഹാസനത്തിന് സ്ഥിരതയുണ്ടാകും, നീ അങ്ങോട്ട് ഒരുപാട് കാലം ഭരിക്കും. പക്ഷേ നീ അത് ചെയ്തില്ലെങ്കിലോ? ചെയ്തില്ലെങ്കിൽ പ്രശ്നം മാറും, നിനക്ക് അതിൻ്റെ ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റില്ല. നമുക്കറിയാം, സോളമൻ്റെ ഭരണശേഷം പിന്നീട് വന്നത് ആരാണ്? ഈ ഇസ്രായേൽ യൂദായുമായിട്ട് രണ്ടായിട്ട് പിന്തിരിഞ്ഞു. അതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ സോളമൻ്റെ മകനായിരുന്ന റെഹോബോവാം, അവനൊരു വിഡ്ഢിയായ മനുഷ്യൻ, ഒരു വിവേകമില്ലാത്ത മനുഷ്യനായിരുന്നു. അവനെക്കുറിച്ച് ഈ നമ്മുടെ പ്രഭാഷകൻ്റെ പുസ്തകം 47-ാം അധ്യായം 21-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: വിഡ്ഢിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനുമായ ഒരുവൻ്റെ ഭരണം മൂലം ജനം ഭിന്നിച്ചു എന്നാണ് പറയുന്നത്. ജനം വിഭജിക്കപ്പെട്ടു. അതാണ് അവൻ്റെ ഒരു ഗുണമായിട്ട് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. അപ്പോൾ അവൻ ഇപ്രകാരം രാജാവായി സോളമന് ശേഷം. ആ സമയത്ത് സോളമൻ്റെ പ്രായം ചെന്ന ഉപദേശകരോട് ഇവൻ ചോദിച്ചു. അപ്പോൾ ഈ ആളുകൾ വന്ന് പറഞ്ഞ്, ഞങ്ങളുടെ നികുതിയൊക്കെ കുറച്ച് തരണം, നിൻ്റെ അപ്പൻ ചുമത്തിയിരുന്ന നികുതി കൂടുതലാണ്, അത് കുറച്ച് തരണമെന്ന് പറഞ്ഞപ്പം പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞു ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഉപദേശകരോട് ഉപദേശം ചോദിച്ചു. അപ്പോൾ ആദ്യം ദാവീദിൻ്റെ പ്രായമുള്ള, പരിചയമുള്ള, പക്വതയുള്ള ഉപദേശകരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അത്
ശരിയാണ്, നിൻ്റെ അപ്പൻ ദാവീദ് കുറച്ച് കൂടുതൽ നികുതിയൊക്കെ ചുമത്തിയിട്ട് അത് കുറച്ച് കൊടുക്കാമെന്നൊരു പറഞ്ഞാൽ ജനം നിൻ്റെ കൂടെ നിൽക്കും. അപ്പോൾ അവൻ പിന്നീട് ചെയ്യുക എന്താണ്, അവൻ്റെ കൂടെ നടത്തുന്ന ചെറുപ്പക്കാരായ ഉപദേശകരോട് ചോദിച്ചു. അപ്പം ചെറുപ്പക്കാർ പറഞ്ഞു അവരെ അങ്ങനെ വിടാൻ പറ്റിയല്ല. അവരോട് പറയണം, നിൻ്റെ അപ്പൻ്റെ അരയേക്കാൾ വലുതാണ് എൻ്റെ ചെറുവിരൽ. അതിനല്പം ഒരു അശ്ലീല ഭാഷയാണ് പറഞ്ഞു. ശരിക്കും ഹീബ്രു ഭാഷയിൽ പറഞ്ഞ ഇതാണ്, നിൻ്റെ അപ്പൻ്റെ അരക്കെട്ടിനേക്കാളും വലുതാണ് എൻ്റെ ലൈംഗിക അവയവം എന്നാണ് പറഞ്ഞത്. വസ്ത്രലതാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ഭാഷ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് അവൻ ജനം വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ അപ്പൻ എന്താ ചെയ്തത്, അതിൻ്റെ 100 ഇരട്ടിയാക്കി ഞാൻ എന്നാ പറഞ്ഞു. അപ്പോൾ ഉടനെ ജനം പറഞ്ഞു, ശരി, ദാവീദിൻ്റെ ഉടമയാണ്, അവനുമായിട്ട് നമുക്കെന്താ ബന്ധമുള്ളത്, അവനവൻ്റെ പാട്ടിന് പോകട്ടെ, നമുക്കിതേ പോകാമെന്നും പറഞ്ഞു പോയി. അങ്ങനെയാണ് അവർ പിന്നീട് പോയിട്ട് ഈ ദാവീദിൻ്റെ സേനാനായകനായിരുന്ന നെബായോത്തിൻ്റെ മകൻ ജെറോബോവാമായിട്ട് കൂട്ടുകൂടി അവനെ രാജാവാക്കുന്ന. അങ്ങനെ രാജ്യം വിഭജിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, യൂദാ രാജ്യവും ഇസ്രായേൽ രാജ്യവുമായിട്ട്. യൂദായിൽ കേവലം 2 ഗോത്രങ്ങളും ബാക്കി 10 ഗോത്രങ്ങൾ ഇസ്രായേലും അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതാണ് പറയുന്നത്, എൻ്റെ ചട്ടങ്ങളനുസരിച്ചും എൻ്റെ അനുശാസനങ്ങളനുസരിച്ചും എൻ്റെ കൽപ്പനകൾ പാലിച്ച് നടന്നാൽ ഞാൻ നിൻ്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും. അതായത് പിന്നീട് സോളമന് ശേഷം അവൻ്റെ കുടുംബം മുഴുവൻ ഈ രാജകീയമായിട്ട് നിലകൊള്ളുമെന്നാണ്, ഭരണം അവരുടെ നിൽക്കുമെന്നാണ്. പക്ഷേ സോളമൻ അങ്ങനെ നിന്നില്ല. അതുകൊണ്ട് അവൻ്റെ കാലത്തൊന്നും സംഭവിച്ചില്ല, പക്ഷേ അവൻ്റെ പിൻഗാമിയുടെ കാലത്തെല്ലാം സംഭവിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ ശിക്ഷ എന്നതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ ക്രമത്തിൽ നടക്കാതെ, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാതെ വരുമ്പോഴുണ്ടാകുന്ന പ്രത്യാഘാതമാണ്. ഇതിപ്പോൾ നമുക്കറിയാം, ഈ ഗൂഗിൾ പലപ്പോഴും നമ്മളെ വഴിതെറ്റിക്കും. ശരിയാണ്, നമ്മൾ ചെറിയ ഏറ്റവും എളുപ്പമുള്ള വഴിയിലൂടെ കൊണ്ടുപോകും. ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് ഞങ്ങളുടെ വയനാട്ടിൽ ഒരു സംഭവം, ഈ പാൽച്ചുരം എന്ന് പറഞ്ഞൊരു ചുരമുണ്ട്. അതിലെ ഒരു വലിയ ലോഡ് വണ്ടിയിൽ കർണാടകത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊരു ലോഡ് വണ്ടി ഇറക്കിക്കൊണ്ട് പോയി അതിലെങ്ങാണ്ടൊക്കെ വഴി തെറ്റിച്ചു വിട്ട് ആ ലോറി മറിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ എളുപ്പ വഴിയിലൂടെ എല്ലാം പോകാനായിട്ട് പരിശ്രമിക്കും മനുഷ്യൻ. ഗൂഗിൾ ഏറ്റവും എളുപ്പമുള്ള കാണില്ല, പക്ഷേ ഗൂഗിൾ മനുഷ്യനല്ലല്ലോ. അപ്പോൾ മനുഷ്യന് ചിലപ്പോൾ പറയും, ഇതേ അങ്ങോട്ട് പോയി ശരിയാവില്ല, ആ വഴി ഇത്രയും വലിയ ലോറിക്ക് പോകാൻ പറ്റിയ വഴിയല്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ കേൾക്കില്ല, പോകും. ഇതുപോലെ തന്നെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വഴികൾ ബുദ്ധിമുട്ടുള്ളതായിരിക്കും, ചിലപ്പോൾ ദൂരം കൂടിയതുള്ളതായിരിക്കും, ചിലപ്പോൾ വളഞ്ഞതായിരിക്കും. പക്ഷേ നമ്മൾ അതിലൂടെ പോയേ മതിയാകും. ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മിൽ നിറവേറുകയില്ല. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും, പിന്നീട് അവിടെ നിന്നൊക്കെ ദൈവം വിട്ടുപോയത് നമുക്കറിയാം. എൻ്റെ ജനമായ ഇസ്രായേൽ ഞാൻ ഉപേക്ഷിക്കുകയില്ല. സോളമൻ ദൈവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കി, അവൻ ദേവാലയ ഭിത്തികളുടെ ഉൾവശം തറ മുതൽ മുകൾ വരെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ ദൈവാലയത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിൽ സജ്ജമാക്കി. ദൈവത്തിൻ്റെ ഇരിപ്പിടം അല്ലെങ്കിൽ കൃപാസനത്തിൻ്റെ അവിടെ കിറൂബുകളുടെ മധ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന ദൈവം, അങ്ങനെയെല്ലാം ദേവാലയം ശരിപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം ആ ദേവാലയത്തിൽ പിന്നീട് നമുക്കറിയാം ബലിയർപ്പിക്കാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു. ഇതേക്കുറിച്ച് പിന്നീട് ഹെബ്രായ ലേഖനകാരൻ ഇതൊക്കെ പറയുമ്പോഴും ഈ സോളമൻ പണിത ദൈവാലയത്തിൻ്റെ ചിത്രമാണ് ഹെബ്രായ ലേഖനകാരൻ്റെ മനസ്സിലെപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് ഈ അതിവിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ ഒന്നാമത്തെ കൂടാരം, രണ്ടാമത്തെ കൂടാരം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ദേവാലയത്തിൽ ഇങ്ങനെയുള്ള ഘട്ടങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഇന്നത്തെ 2ാമത്തെ വായന ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 16 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ പറയുന്നത് നമുക്കല്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ചില പ്രയോഗങ്ങളാണ്. മരണപത്രത്തിൻ്റെ കാര്യത്തിൽ അത് എഴുതിയവൻ്റെ മരണം സ്ഥിരീകരിക്കപ്പെടണം. മരണപത്രം സാധൂകരിക്കപ്പെടുന്നത് മരണശേഷം മാത്രമാണ്. അതുണ്ടാക്കിയവൻ ജീവിച്ചിരിക്കുക, അതിന് ഒരു സാധ്യതയുമില്ല. അതിനാൽ രക്തം കൂടാതെയല്ല ആദ്യത്തെ ഉടമ്പടിയും ഉറപ്പിക്കപ്പെട്ടത്. മോശ നിയമത്തിലെ ഓരോ കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൻ പശുക്കിടാങ്ങളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കലർത്തി ചെമന്ന ആട്ടിൻ രോമം ഹിസോപ്പ് ചെടി ഉപയോഗിച്ച് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഒരു ഉടമ്പടിയുടെ രക്തമാണ്. അപ്രകാരം തന്നെ കൂടാരത്തിന്മേലും ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങളിന്മേലും ആ രക്തം അവൻ തളിച്ചു. നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. അതായത് അന്നത്തെ വിശ്വാസത്തിൽ ഈ രക്തം, യഥാർത്ഥത്തിൽ രക്തം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെയാണത്. ദൈവമാണ് ഇതിൻ്റെ ഉടമ. അവിടെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ ജീവനുണ്ട്, മനുഷ്യൻ്റെ ആയാലും മൃഗത്തിൻ്റെ ആയാലും. ജീവൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആയാലും മൃഗത്തിൻ്റെ ആയാലും അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്, അല്ലെ ദൈവമാണ് അതിൻ്റെ ഉടമ. അതുകൊണ്ട് ആ ഉടമ ആണ് യഥാർത്ഥത്തിൽ ഈ മോചനം നൽകുന്നത്, അല്ലെങ്കിൽ ഇതിനെല്ലാം ശുദ്ധീകരിക്കുന്നത്. ആ ഉടമയുടെ രക്തം, ദൈവത്തിൻ്റെ രക്തം ഇവിടെ എല്ലാം വീണ് കഴിയുമ്പോൾ ഇത് ശുദ്ധീകരിക്കപ്പെടുന്നു എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അതേ സമയത്ത് അതിന് പരിമിതമായൊരു ഫലമേ ഉള്ളൂ, കാരണം അത് മൃഗത്തിൻ്റേതായതുകൊണ്ട്. നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. സ്വർഗീയ കാര്യങ്ങളുടെ സാദൃശ്യമായിരിക്കുന്നു ഇപ്രകാരം ശുദ്ധീകരിക്കപ്പെടുക ആവശ്യം. കാരണം അത് അന്നത്തെ ആ ബലിവസ്തുക്കളെല്ലാം ഇന്നത്തെ പോലെയല്ല, അത് സ്വർഗീയമായ കാര്യങ്ങളുടെ ഒരു പ്രതിഫലനം മാത്രമായിരുന്നു.
അതുകൊണ്ട് സ്വർഗീയ കാര്യങ്ങളാകട്ടെ കൂടുതൽ ശ്രേഷ്ഠമായ ബലികളാലും മനുഷ്യനിർമ്മിതവും സാക്ഷാലുള്ളവയുടെ പ്രതിരൂപമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് ഈശോ പ്രവേശിച്ചത്. അതായത് ഈ പ്രധാന പുരോഹിതൻ അന്ന് പ്രവേശിച്ചിരുന്നത് ഇതിൻ്റെ പ്രതീകമായ ശ്രീകോവിലേക്ക്, അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്തേക്കാണ്. പക്ഷേ നമ്മുടെ പ്രധാന പുരോഹിതൻ പ്രവേശിച്ചിരിക്കുന്നത് അങ്ങോട്ടൊന്നുമല്ല. അവൻ പ്രവേശിച്ചിരിക്കുന്ന യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്ക് തന്നെയാണ്. ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് പ്രവേശിച്ചത്. അത് പ്രധാന പുരോഹിതൻ തൻ്റേതല്ലാത്ത രക്തത്തോടുകൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്നത് പോലെ പല പ്രാവശ്യം തന്നെ സമർപ്പിക്കാനായിരുന്നില്ല. ലോകാരംഭം മുതൽ അവൻ പീഡ സഹിക്കേണ്ടി വരുമായിരുന്നു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ ഇപ്പോൾ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് പോലെ മിശിഹായും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. അതുകൊണ്ട് ഈശോ ഒരിക്കൽ മാത്രം മരിച്ചുകൊണ്ട് ആ രക്തം തുടർച്ചയായി നമ്മുടെ ഈ ലോകത്തിൻ്റെ അവസാനം വരെ ജനിക്കുന്ന കുട്ടിയിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടാണ് ഈ പാപമോചനം നിർവഹിക്കുന്നത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അതിനെല്ലാം പരിഹാരം ചെയ്തെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം പോയി എന്നുള്ള അർത്ഥത്തിലല്ല. അവൻ്റെ രക്തം യഥാർത്ഥത്തിൽ എന്നും ഉണ്ടാകുന്ന ആളുകളിലേക്ക് വന്നുകൊണ്ടിരിക്കണം. മൃഗങ്ങളുടെയൊക്കെ രക്തം തളിച്ചു, അത് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിപ്പോയി, പിന്നെ കഴുകി കളഞ്ഞു. ഇതങ്ങനെയല്ല. നമ്മുടെ ഈശോയുടെ രക്തം നമ്മളിലേക്ക് വരികയാണ്, അത് നമ്മുടെ ഭാഗമായി തീരുകയാണ്. അങ്ങനെ ഓരോ ദിവസവും വരികയും നമുക്കറിയാം, ഓരോ ദിവസം വരികയും നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മൾ ഓരോ ദിവസം വീണ്ടും അത് സ്വീകരിക്കണം. ലോകാവസാനം വരെ ഉണ്ടാകുന്ന എല്ലാവരും അത് സ്വീകരിക്കണം. അങ്ങനെയാണ് ദൈവം ഈശോ നിർവഹിച്ച ആ പാപമോചനം എല്ലാവർക്കും ലഭ്യമാകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് തൻ്റെ ശിഷ്യരെ നിയോഗിച്ചിരിക്കുന്നത്. ഈ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് അതിനു വേണ്ടിയിട്ടാണ്, വിശുദ്ധ കുർബാന അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഈ മിശിഹ എല്ലാവരുടെ, ഇവിടെ വളരെ പേരുടെ എന്ന് പറയുമ്പോൾ അത് ഹീബ്രു ഭാഷയിൽ എല്ലാവരും എന്നുള്ള അർത്ഥത്തിലാണ്. വളരെ പേരുടെ പാപങ്ങൾ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തമാകുന്നു. നിങ്ങളിത് വാങ്ങി കുടിക്കണമെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ അനേകരും എല്ലാവരും ഒക്കെ ഒരുപോലെ തന്നെയാണ്, പക്ഷേ ഭാഷ അതാണ്. അങ്ങനെ അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു, ലോകാവസാനം വരെയുള്ള എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി. പക്ഷേ ആ ലോകാവസാനം വരെയുള്ളവർക്ക് ആ രക്തം ലഭ്യമാക്കണം, അത് നമ്മുടെയൊക്കെ ചുമതലയാണ്. ആ രക്തം ലഭ്യമാക്കണമെങ്കിൽ ഈശോയുടെ ഭൗതിക ശരീരമായി നമ്മുടെ ശരീരം മുറിയുക തന്നെ വേണം. അല്ലാതെ നമുക്കത് കൊടുക്കാനായിട്ട് സാധ്യമല്ല. ശരിയാണ്, നമ്മൾ വിശുദ്ധ കുർബാനയിൽ വാഴ്ത്തുന്ന ആ തിരുരക്തം കൊടുക്കും, അതുമാത്രം പോരാ, നമ്മൾ ഈശോയുടെ ആ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് മുറിഞ്ഞ് രക്തം കൊടുക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായമാണ് സുവിശേഷ വായന. 41 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ഫരിസേയർ ഒരുമിച്ച് കൂടിയപ്പോൾ ഈശോ അവരോട് ചോദിച്ചു, നിങ്ങൾ മിശിഹായെപ്പറ്റി എന്ത് വിചാരിക്കുന്നു? അവൻ ആരുടെ പുത്രനാണ്? ദാവീദിൻ്റെ പുത്രൻ എന്നവർ പറഞ്ഞു. അവൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനാൽ പ്രചോദനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? അവൻ പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുക. ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ? അവനോട് ഉത്തരമായ ഒരു വാക്കുപോലും പറയാൻ ആർക്കും കഴിഞ്ഞില്ല. അന്നു മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല. ഇത് ഈശോയെ എപ്പോഴും ഇങ്ങനെ വാക്കിൽ കൊടുക്കാനായിട്ട് ഇവർ വന്നുകൊണ്ടിരിക്കും, ഓരോ കാര്യം ചോദിച്ചുകൊണ്ട്. ഫരിസേയന്മാർ, സദുക്കായർ, നിയമജരെല്ലാം വരികയാണ് വാക്കിൽ കൊടുക്കാൻ വേണ്ടി. ഇവിടെ വന്ന് ചോദിക്കുന്നത് എന്താണ്? 110-ാം സങ്കീർത്തനമാണ്. കർത്താവ് അങ്ങോട്ടൊരു ചോദ്യം ഇട്ട് കൊടുക്കുകയാണ്. ഇവർക്ക് അറിയത്തില്ല കാര്യമായിട്ട്. അവർ വായിക്കുന്നുണ്ട്. നമുക്കും അങ്ങനെയാണല്ലോ, സങ്കീർത്തനമൊക്കെ നമ്മൾ വായിക്കും, പക്ഷേ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒന്നും അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥമൊന്നും നമുക്ക് കാര്യമായിട്ട് മനസ്സിലാകുന്നില്ല. കാരണം വിശുദ്ധ ഗ്രന്ഥം നന്നായിട്ട് എല്ലാം വായിച്ചാലേ സങ്കീർത്തനം മനസ്സിലാവുകയുള്ളൂ. ഇവിടെ ഈശോ ചോദിക്കുകയാണ്. ഈശോ ചോദിച്ചു, നിങ്ങൾ മിശിഹായെക്കുറിച്ച് എന്താ വിചാരിക്കുന്നത്? അവൻ ആരുടെ പുത്രന്? അവർ ചാടിപ്പറഞ്ഞു, അവൻ ഉറപ്പായിട്ടും ദാവീദിൻ്റെ പുത്രനാണ്. കാരണം സങ്കീർത്തനം 110 പറയുന്നുണ്ടല്ലോ, അത് ഈ മിശിഹായെക്കുറിച്ചുള്ളൊരു പ്രവചനമാണെന്ന് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? അവിടെ പറയുന്നത്, അങ്ങനെയെങ്കിൽ ദാവീദ് എങ്ങനെയാണ്? ദാവീദ് ആത്മാവിനാൽ പ്രചോദനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്? ഈ സങ്കീർത്തനത്തിൻ്റെ കർത്താവ് അല്ല അതിൻ്റെ ഉടമ എഴുതിയ ദാവീദാണെന്നാണ് വിശ്വാസം. അപ്പോൾ കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ദാവീദ് സ്വന്തം പുത്രനെ കർത്താവ് എന്ന് വിളിക്കുക, അത് മിശിഹായെക്കുറിച്ചുള്ള പ്രവചനമാണെന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ മിശിഹായെക്കുറിച്ച് ഇവൻ എങ്ങനെയാണ് പറയുന്നത്? ദാവീദ് എങ്ങനെയാണ് പറയുന്നത് കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞുവെന്ന്? അവർക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. കാരണം ഈശോ പറയുന്നത് എന്താണ്? അവൻ ദാവീദിൻ്റെ പുത്രനല്ല എന്നായി പറഞ്ഞു വരുന്നത്. അവൻ ദാവീദിൻ്റെ പുത്രനല്ല, അവൻ ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് ജനിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. അവൻ ദൈവപുത്രനാണ്, അവൻ യഥാർത്ഥത്തിൽ ദൈവം തന്നെയാണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്.
ഇന്ന് പലർക്കും ഇത് നമുക്കറിയാം, ചില മതസ്ഥരുണ്ട്, അവർക്ക് ദൈവപുത്രനെന്ന് കേൾക്കുന്നത് തന്നെ അലർജിയാണ്. നമുക്കിത് വിശ്വസിക്കാൻ പ്രയാസമൊന്നും, പക്ഷേ അതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, ഈ പള്ളിക്കൂദാശക്കാർ നമ്മൾ ഓർക്കണം, നമ്മൾ യഥാർത്ഥത്തിൽ ഈ പള്ളിയിലേക്ക്, നമ്മുടെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കേവലം ഒരു 4 ഭിത്തിക്കുള്ളിലേക്കല്ല പ്രവേശിക്കുന്ന, ഒരു കെട്ടിടത്തിലേക്കല്ല. അവിടെ നമ്മൾ പ്രവേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഈശോയാകുന്ന ആ മധ്യസ്ഥൻ, അല്ലെങ്കിൽ ആ പ്രധാന പുരോഹിതരിക്കുന്ന സ്ഥലത്തേക്കാണ്. അത് സ്വർഗമാണ്. അങ്ങോട്ടുള്ള പ്രവേശനത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ആരാധനക്രമ വർഷം മുഴുവൻ നമ്മളെ നയിക്കുന്ന അതിലേക്കാണ്. അതിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ എന്താ പ്രയോജനമുള്ള? നമുക്കവിടെ പ്രവേശിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നമുക്കങ്ങനെ ഈ പള്ളിക്കൂദാശക്കാലത്ത് യഥാർത്ഥത്തിൽ ഈശോയാകുന്ന ആ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കണം. അവനാണ് വഴി, അവനാണ് ജീവൻ, അവനാണെല്ലാം. വഴിയും സത്യവും ജീവനും ഞാൻ തന്നെയാണ്. സത്യം ഈശോയാണ്. അതുകൊണ്ട് അന്ന് അവർ ഈ ദേവാലയത്തിലേക്ക് പല ഘട്ടങ്ങൾ കടന്ന് പ്രവേശിച്ചിരുന്ന ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഇന്ന് നമുക്കതിൻ്റെ ആവശ്യമില്ല. അവൻ ആ വിരിയൊക്കെ തുറന്നു തന്നു കഴിഞ്ഞു. നമുക്ക് നേരെ അങ്ങോട്ട് കയറാം. നമുക്ക് പക്ഷേ കയറാനുള്ള ആ ഒരു ഒരുക്കം വേണം. അഹ്റോനെ മക്കളെ ശുദ്ധീകരിച്ചതുപോലെ നമ്മൾ ഓരോ ദിവസവും ശുദ്ധീകരിക്കപ്പെടണം. അന്ധക്കരണം ശുദ്ധീകരിക്കപ്പെട്ടാലേ അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അന്ധക്കരണം ശുദ്ധീകരിക്കപ്പെട്ട പുരോഹിതരായി നമ്മളെല്ലാം മാറട്ടെ. ഒരു പുരോഹിത ജനമായിട്ട് നമ്മൾ വളർന്നു വരട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.